ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ മൂന്നാം റൗണ്ടിൽ ഡി ഗുഗേഷിന് ജയം. ഡിങ് ലിറിനെ തോൽപ്പിച്ചു. ഇതോടെ ഇരു താരങ്ങൾക്കും 1.5 പോയിന്റ് വീതമായിട്ടുണ്ട്. അനിൽ വാസുദേവ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. അനിൽ, വിവരങ്ങൾ എന്താണ്? മത്സരം എങ്ങനെയായിരുന്നു അനിൽ? റിജിത്ത്, ലോക ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ മത്സരത്തിലേക്ക് ഇന്ത്യയുടെ ഡി ഗുഗേഷ് ശക്തമായി തിരിച്ചു വന്നിരിക്കുകയാണ്. ആദ്യ മത്സരത്തിൽ ഗുഗേഷ് തോറ്റിരുന്നു. നിലവിലെ ലോക ചാമ്പ്യനായ ഡിങ് ലിറനെതിരെ. ഡിങ് ലിറൻ ക്ലാസിക്കൽ ഗെയിം ഫോർമാറ്റിൽ 304 ദിവസങ്ങൾക്ക് ശേഷമാണ് അങ്ങനെ ഒരു ജയം നേടിയെടുത്തത്. അതോടുകൂടി ആ താരം വീണ്ടും പഴയ ഫോമിലേക്ക് തിരിച്ചെത്തി ഈ ടൂർണമെന്റ് അടക്കി ഭരിക്കുമെന്നാണ് കരുതിയത്. പക്ഷേ ഇന്ത്യയുടെ ഡി ഗുഗേഷ് വിട്ടുകൊടുത്തില്ല. രണ്ടാം മത്സരത്തിൽ സമനില പിടിച്ചു. പക്ഷേ മൂന്നാം മത്സരത്തിൽ ഡി ഗുഗേഷ് തന്റെ ഫോം എന്താണെന്നും ഈ ചെറുപ്രായത്തിൽ തന്നെ താൻ ലോക ചെസ്സിൽ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്നും ഇന്ന് കാണിച്ചു കൊടുക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഇന്ന് ഇടംവലം നോക്കാതെ ഡിങ് ലിറിനെ പൂട്ടുന്ന കാഴ്ചയാണ് കണ്ടത്. ഒടുവിൽ ടൈം കൃത്യമായ സമയം പാലിക്കാത്ത അങ്ങനെ ഇതിലാണ് ഡിങ് ലിറിന് കീഴടങ്ങേണ്ടി വന്നത്. അവസാനം 2 മിനിറ്റിനകം 9 മൂവുകളെങ്കിലും നടത്തേണ്ട ഒരു അവസ്ഥയായിരുന്നു ഡിങ് ലിറിന് ഉണ്ടായിരുന്നത്. അതിന് സാധിക്കാത്ത പക്ഷം അങ്ങനെ തോൽവി കഴിഞ്ഞായിരുന്നു. ഇതോടുകൂടി 3 റൗണ്ട് മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ ഇരു താരങ്ങൾക്കും 1.5 പോയിന്റ് വീതം ലഭിച്ചിരുന്നു. അതായത് ജയത്തിന് 1 പോയിന്റും സമനിലയിലെങ്കിൽ 1/2 പോയിന്റും എന്നുള്ളതാണ് ഈ ഫോർമാറ്റിലെ പ്രത്യേകത. അങ്ങനെ ഇരു താരങ്ങളും ഓരോ ജയവും 1 വീതം സമനിലയുമോടെ 1.5 പോയിന്റ് വീതമായി. ആകെ 14 റൗണ്ട് മത്സരങ്ങളാണ് ഈ ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഉണ്ടാവുക. ഇതിൽ ആദ്യം 7.5 പോയിന്റ് നേടുന്ന ആളാണ് ജേതാവുക. ഒരുപക്ഷെ ഇരു താരങ്ങളും 7-7 എന്ന നിലയിൽ പോയിന്റ് വരികയാണെങ്കിൽ മത്സരം ടൈ ബ്രേക്കറിലേക്ക് പോകും. അവിടെ റാപ്പിഡ് അല്ലെങ്കിൽ ബ്ലിറ്റ്സ് ഫോർമാറ്റിലായിരിക്കും മത്സരം നടക്കുക. എന്തായാലും ഇപ്പോഴത്തെ ലോക ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ മൂന്നാം റൗണ്ടിൽ ഡി ഗുഗേഷ് ജയം സ്വന്തമാക്കുന്നു. ഡിങ് ലിറിനെയാണ് തോൽപ്പിച്ചിരിക്കുന്നത്. ഇതോടെ ഇരു താരങ്ങൾക്കും 1.5 പോയിന്റ് വീതമായിട്ടുണ്ട്. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ് അതിന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.